എന്താ ഈ മോഡി സാർ ഇപ്പം ഇസ്രായേലിൽ പോയത്? ഇതൊറ്റ ചാനലുകാരും വെളിപ്പെടുത്തിയിട്ടില്ല. ഇപ്പം പലരും പറയുന്ന ഇറാനെ അടിച്ച് റഷ്യ അങ്ങ് തകർക്കുമെന്ന്. ഇറാനൊന്നും തകരത്തില്ല. ഇറാനോടൊപ്പം റഷ്യ അണിനിരക്കും. GCCയിൽ നിന്ന് അമേരിക്കയെ തുടച്ചു മാറ്റാൻ പോകുന്നു. ഇന്നത്തെ GCC 6 രാഷ്ട്രങ്ങൾ ആരുടെ കയ്യിലേക്ക് പോകുമെന്നറിയാമോ? റഷ്യയുടെ കരങ്ങളിലേക്ക് പോകും. നിങ്ങളോട് പച്ചയ്ക്ക് പറയാം, ബ്രിട്ടൻ ഇപ്പോൾ ഇറാനെതിരെ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്താൽ ഇതേ സമയം വരെ ഇറാന്റെ വിദേശകാര്യമന്ത്രി എങ്ങാണ്ട് വിളിച്ചെന്നല്ലാതെ ഇറാന് ഇസ്രായേൽ അടിക്കുന്നതിനൊരു ബ്രേക്ക് ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. അന്ത്യകാല സംഭവങ്ങൾ 3 ചാപ്റ്ററിനകത്ത് സുവിശേഷങ്ങളിൽ ഇതുണ്ട്. 1 മത്തായി 24, 2 മർക്കോസ് 13, 3 ലൂക്കോസ് 21. 3 സുവിശേഷകന്മാരും അന്ത്യകാലത്ത്. അതിലൊരു ഭാഗമാ അമ്മാമ്മ നിങ്ങൾക്ക് വേണ്ടി വായിച്ചത്. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ഇവിടെയാ മശിഹായുടെ വരവിന്റെ ലക്ഷണങ്ങൾ. എല്ലാവരും കേട്ടോണം. ഈ കോവിഡ് ഇതിനൊരു തുടക്കം. ഇനി ശ്രദ്ധയോടെ ഇരിക്കണം. യുദ്ധങ്ങൾ, ബൈബിളും യുദ്ധങ്ങളിലേക്ക് വരും. 1905 ഒരു വലിയ യുദ്ധമുണ്ടായി, റൂസോ ജപ്പാൻ വാർ. അതിനകത്ത് ഈ ജപ്പാൻ എന്ന് പറയുന്ന രാഷ്ട്രം റഷ്യയെ കമത്തി അടിച്ചതാ. അത് കഴിഞ്ഞ് 1914 മുതൽ 19 വരെ 1-ാം ലോക മഹായുദ്ധം. അന്ന് ഇസ്രായേൽ ആകുന്ന അത്തിച്ചെടി കുഴിച്ചു വെക്കുന്നത് നാളെ ചിന്തിക്കും. 1939 മുതൽ 45 വരെ 2-ാം ലോക മഹായുദ്ധം. ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമാകുന്നു. 57 അറബ് ലീഗ് ആദ്യമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നു. അത് കഴിയുമ്പോൾ 1967 വീണ്ടും ഒരു വിഷയമുണ്ടായി. യെറുശലേമിന്റെ നേതൃത്വത്തിൽ 6 ദിന യുദ്ധം. 71 ഇന്ത്യ പാകിസ്ഥാൻ, അമേരിക്ക വിയറ്റ്നാം യുദ്ധം. 75 ഇസ്രായേലുമായിട്ട് യോങ്കിപ്പർ വാർ. 1980 മുതൽ 90 വരെ നിങ്ങൾക്കറിയാം 10 വർഷം 2 ചേട്ടന്മാരടിച്ചു. ആരൊക്കെയാണെന്നറിയാവോ? ഇറാനും ഇറാഖും. അത് തീർന്നപ്പോൾ മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട് 90 ഒരു സംഭവം ഉണ്ടായി. ഇറാഖിലെ സദാം ഹുസൈൻ ആരെ ആക്രമിച്ചു? കുവൈറ്റിനെ ആക്രമിച്ചു. മനസ്സിലാകുന്നവർക്കായി 92 ആ യുദ്ധം തീർന്നു. പിന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടലും ചീറ്റലുമായിരുന്നു. 92 കൊണ്ട് 2002 10 വർഷം, 2012 20 വർഷം, 2022 ആയപ്പോൾ 30 വർഷം ഒരിടവേള ഉണ്ടായിരുന്നു. 2022 ഫെബ്രുവരി മാസം, ഈ ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ആയതുപോലെ ഇന്നേക്ക് 4 കൊല്ലങ്ങൾക്ക് മുമ്പ് അന്ത്യദിനത്തിന്റെ വഴി തുടങ്ങുന്നു. അത് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഇതാ റഷ്യ അറബ് ലീഗിന്റെ കയ്യിൽ ചെല്ലുന്നത്. അപ്പോൾ 2019 ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് കോവിഡ് ഇറങ്ങി വന്നത്. അതാ മശിഹായുടെ ഒലിവുമല പ്രഭാഷണം. 2019 കോവിഡ് വന്നു. മത്തായി 24, 21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടങ്ങൾ അന്നാളിൽ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഇന്ന് ഗലീല പ്രേറ്റബിൾ നിങ്ങൾ ഇരിക്കുമ്പോൾ കഴിഞ്ഞ 4 വർഷത്തിലേറെയായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഒരു സ്ഥലത്ത് ഇസ്രായേൽ, ഹമാസ്, ഇറാൻ പുറകെ വരുമ്പോൾ ഇന്ന് ഇറാന്റെ ഒരു ഭാഗം പറയുമ്പോൾ അവസാനിക്കും ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എന്തുകൊണ്ട്? റഷ്യയുടെ യുദ്ധം അറബ് ലീഗിന്റെ കൈകളിലെത്തും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഈ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് എന്താ? ചെറുപ്പക്കാരെല്ലാം കേട്ടോണം. 1970 കഴിഞ്ഞപ്പോൾ ലോകത്തിലെ 2 വൻചേരികളായി. 1 അമേരിക്ക. അമേരിക്കയ്ക്ക് 50-ൽ പരം സ്റ്റേറ്റ് ഉണ്ട്. അവനാ ലോക പോലീസ്, നാറ്റോ സഖ്യം. അതിനോടനുബന്ധിച്ച് റഷ്യ ഉണ്ടായിരുന്നു. അവരുടെ പേര് USSR. അവർ കുറെ രാജ്യങ്ങളുണ്ടായിരുന്നു. 1991 വലിയ പ്രശ്നം. 1987 എല്ലാവരും കേൾക്കണം. മിഖായിൽ ഗർബച്ചോവ് അദ്ദേഹം എവിടെ വന്നെന്നറിയാമോ? റഷ്യയുടെ ഭരണാധികാരിയായി. ആ സമയത്ത് 4-ാം ലോക സിദ്ധാന്തം റഷ്യ വെട്ടിമുറിക്കപ്പെടുവാൻ. ജനം പെരുകുന്നു, ഗോതമ്പ് കൺസംഷൻ കിട്ടുന്നില്ല. അന്ന് റഷ്യ 15 കഷണമായി വെട്ടിമുറിക്കപ്പെടുന്നു. അതാ റഷ്യയുടെ തകർച്ച തുടങ്ങുന്നത്. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, അത് കഴിഞ്ഞ് ചെച്ചനിയ, സൈബീരിയ, അതിനോടനുബന്ധിച്ച് ജോർജിയ, ക്രിമിയ, ഉക്രൈൻ, ഇതെല്ലാം റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയതാ. അങ്ങനെ ഇരിക്കുമ്പോൾ 91 ഈ റഷ്യ ക്രിസ്മസ് ദിനത്തിലാണ് വെട്ടിമുറിക്കപ്പെടുന്നത്. ഈ ഭാഗം പറയുമ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം, 87 ഇദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് മിഖായിൽ ഗർബച്ചോവ്. അദ്ദേഹം റഷ്യയുടെ കൊട്ടാരത്തിലേക്ക് പോകാൻ രാവിലെ വണ്ടി വരും. തിരുവനന്തപുരത്തെ മേയറിന് പോകാൻ ടയോട്ടയുടെ വണ്ടി വരുന്നത് പോലെ കൊട്ടാരത്തിൽ വണ്ടി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. അവരുടെ പേരായിരുന്നു ഗർബച്ചോവിന്റെ ഭാര്യ. വളരെ നല്ലൊരു സഹോദരിയായിരുന്നു. അവരെന്താ? റൈസ ഗർബച്ചോവ്. അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുക ബൈബിൾ എടുത്ത്. അപ്പം
ആ സഹോദരിയോട് ഇദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ ഞാൻ കൊട്ടാരത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ആ സഹോദരി ഭാര്യ പറഞ്ഞ ഒരു കാര്യമുണ്ട്, താങ്കളെ റഷ്യയുടെ പ്രസിഡന്റ് ആക്കിയ സ്വർഗത്തിലെ ദൈവം, അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവരുടെ ആഗ്രഹം എന്തുവാ? അവർ റഷ്യൻ ഓർത്തഡോക്സിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഈ പ്രിയപ്പെട്ടവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്ഷിതാവായി സ്വീകരിക്കണം. ആ സഹോദരി പ്രാർത്ഥിച്ചു. അവരുടെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ് മീക്കായൽ ഗർഭച്ചോ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അതാ മറുപടി കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മനസ്സിലാകുന്നവർക്കായി. അവർ കലാപം ഉണ്ടാക്കിയില്ല, ഭാഷന്മാരോടോ അച്ഛന്മാരോടോ ഒന്നും പറഞ്ഞില്ല, കൂട്ടായ്മക്കാരോട് പറഞ്ഞില്ല. നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. റൈസ ഗർഭച്ചോന്റെ കണ്ണുനീരിന്റെ ഫലമായി അവർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തൻ്റെ പ്രിയ ഭർത്താവ് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? ഏഷ്യാനെറ്റുകാരനും പറയത്തില്ല, മനോരമക്കാരനും പറയത്തില്ല, ഒന്നും പറയത്തില്ല. ഇവിടെ കേട്ടോണം, ബൈബിൾ വായിക്കും. 2010 മീക്കായൽ ഗർഭച്ചോ റഷ്യയുടെ പ്രസിഡന്റായി മാറിയതിനു ശേഷം മുന്നോട്ട് ഭരണാധികാരികൾ വന്ന് വ്ളാഡിമിർ പുടിൻ. അന്ന് ഉക്രൈന്റെ ഭരണാധികാരിയുടെ പേര് വ്ളാഡിമിർ സെലൻസ്കി. അവനൊരു യഹൂദ സ്ത്രീയിൽ പിറന്നവനാ. അപ്പോൾ എന്തിനു വേണ്ടി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു? ഇവിടെ ദൈവമക്കൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതിൽ 3 കാര്യമുണ്ട്. ഒന്ന്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്ന നല്ല ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് നിപ്പർ നദി. അത് ഉക്രൈനിലാണ്. 2, ഇന്ന് റഷ്യയുടെ ആണവ നിലയം കത്തിപ്പോയി. ചൊർണോബ് ഉക്രൈനിൽ ഒരു ആണവ നിലയമുണ്ട്. സഫ്രോഷ്യ ആണവ പ്ലാന്റ്. 3ാമത്തെ സംഭവമായി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് റഷ്യയില, ഇന്ത്യയിലൊന്നുമല്ല. 2ാം സ്ഥാനം ആരുടെയില? ഉക്രൈൻ്റെയില. ഗോതമ്പിന്റെ പാടവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവന് നല്ലതുപോലെ ഭരിക്കാം. അതിനു വേണ്ടിയ ആഴ്ച കൊണ്ട് പിടിച്ചടക്കാന്ന് പറഞ്ഞ് തുടങ്ങിയതാ. 4 വർഷവും ഏകദേശം ഇപ്പം നിങ്ങൾ ഇരിക്കുമ്പോൾ 1 മാസവും കഴിഞ്ഞു. ഇത് അവസാനിക്കത്തില്ല. അങ്ങനെയെങ്കിൽ അറബ് ലീഗിന്റെ കൈകളിലേക്ക് റഷ്യ വീഴാനുള്ള ഒരു ചാല ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രയേലിനെ റഷ്യ ആക്രമിക്കോ? ഇതാണ് ഇന്നത്തെ ഇറാൻ പ്രശ്നം. പോയി GCCയിൽ നിന്ന് അമേരിക്കയെ തുടച്ചു മാറ്റാൻ പോകുന്നു. ഭാഗങ്ങൾ പുറകെ വായിക്കും. എസെക്കേൽ പ്രവചനം 39-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. ഇവിടം തൊട്ട് അമ്മാമ വായിച്ച് സഹായിച്ചോട്ടെ. എസെക്കേൽ 39:1-2 വാക്യങ്ങൾ വായിക്കാം. ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത് ഈ ഗോഗാര. അടുത്ത വാക്ക് അമ്മാമ വായിച്ചോട്ടെ, മൈക്ക് കൂടെ വായിച്ചു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് വായിച്ചോ. രോഷ് റഷ്യ, ടൂബൽ ടുബാസ്കോ, മേശക് മോസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, നിനക്ക് വിരോധമായിരിക്കുന്നു. അമ്മാമ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ആരായി ഗോഗ്, ആരായി മാഗോഗ്? ഇവര് 3 പേരാ ലോകരാഷ്ട്രങ്ങൾ. ഇപ്പൊ അവർ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ മാഗോഗ് ഗോഗ് ആര്? ഒരു വാക്ക് അമ്മാമ ഇങ്ങോട്ട് വരണം. ഉൽപ്പത്തി പുസ്തകം 10:2. ഇത് പറഞ്ഞെങ്കിലേ നിങ്ങൾക്ക് അറിയാവൂ, അല്ലാതെ ഞാൻ വേഗം പറഞ്ഞോട്ട് കാര്യമില്ല. ഉൽപ്പത്തി 10:2 നോഹയുടെ കുഞ്ഞുങ്ങൾ വായിക്കാം. ഉൽപ്പത്തി 10:2 ശേം, ഹാം, യാഫേത്ത്. യാഫേത്തിന്റെ പുത്രന്മാർ ക്ലിയർ അമ്മാമ വായിക്കാൻ നോക്കിക്കോളെ. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരസ്. മതി കണ്ടോ. ഈ മാഗോഗ യവന്മാര് 3 പേരും ഇതിനകത്ത് വരും. അതിലൊന്നാ ചൈന, 2 കൊറിയ, 3 റഷ്യ. മാഗോഗിൽ നിന്ന് തിരിച്ചിറങ്ങിയ വ്യക്തിയാ ഗോഗ്. അങ്ങനെ ഈ റഷ്യ ഗോഗിന്റെ 3 പട്ടണങ്ങളാ ആദ്യം വായിച്ച് ഇതാ കിടക്കുന്നു. അത് 1 രോഷ് ഇന്നത്തെ റഷ്യ, 2 മേശക് മോസ്കോ, 3 ട്രൂബൽ ടുബാസ്കോ. അമ്മാമ ഇനി എസെക്കേൽ 39:1-2 വരണം. ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രം വെട്ടിമുറിക്കപ്പെടുമോ? 2650 കൊല്ലം മുമ്പ് കേബാർ നദീതീരത്തിരുന്ന് എസെക്കേലിനോട് സ്വർഗം പറഞ്ഞു. 39:1-2. ഇനി തുടക്കം വായിച്ചു. നീയോ മനുഷ്യപുത്ര. ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് റഷ്യയെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞങ്ങൾ ആരുമല്ല, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. റോസ്, റഷ്യ, മേശക്, മോസ്കോ, തൂബൽ, ടുബാസ്കോ എന്നിവയുടെ പ്രഭുവായ ഈ പട്ടണങ്ങളുടെ ഇന്നത്തെ തലവനായ റഷ്യയെ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. 4-ൽ പരം വർഷമായിട്ട് ഒരു ഉക്രൈനെ അടിച്ചുകൊണ്ടിരിക്കുക. ലോകരാജ്യങ്ങൾ പലരും റഷ്യക്കെതിരെ നിൽക്കുക. അവൻ തകർന്നുകൊണ്ട് നിൽക്കുക. അടുത്ത വാക്ക് വായിക്കാം. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ച്. അവിടെ നിൽക്കട്ടെ. നിന്റെ കൂട്ടത്തിൽ നിന്ന് 6ാമത്തെ രാജ്യം കൂടെ ഞാൻ കൊണ്ടുപോകും. അമ്മാമ ഇവിടെ നിർത്തണം. 6-1 ശേഷിപ്പിച്ച് 6ാമത്തെ രാജ്യം താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ,
തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, 6 ഉക്രൈൻ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കപ്പെടുമെന്ന് സഖാവ് പിണറായിക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ കോടിയേരിക്ക് അറിയത്തില്ല, ഇവിടുത്തെ കടകംപള്ളിച്ചേട്ടൻ അറിയത്തില്ല, MA ബേബിക്ക് അറിയത്തില്ല, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അറിയത്തില്ല. എന്നാൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് പ്രവചനം എഴുതി നിന്നെ 6 രാജ്യങ്ങളിൽ കൂടി കടത്തും. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ സന്തോഷം. കുഞ്ഞുങ്ങളെ, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി തളരും. എന്നാൽ കരങ്ങളിലിരിക്കുന്ന ബൈബിളിന് യാതൊരു മാറ്റവുമില്ല. മനസ്സിലാകുന്നവർക്കായി ഈ വഴിയാണ് ഈ ഉക്രൈൻ പ്രശ്നമാ ഇസ്രയേൽ പർവ്വതത്തിലേക്ക് എത്തുന്നത്. അന്യമ്മ വായിക്കുക അടുത്ത വാക്ക്. നിന്നെ വടക്കേ അറ്റത്തു നിന്ന് പുറപ്പെടുവിച്ച്, വടക്കേ അറ്റ സൈബീരിയയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇതാ കിടക്കുന്ന ഇതാ ഈ ഉക്രൈൻ യുദ്ധം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ GCC 6 രാഷ്ട്രങ്ങൾ ആരുടെ കയ്യിലേക്ക് പോകുമെന്നറിയാമോ? റഷ്യയുടെ കരങ്ങളിലേക്ക് പോകും. ബാക്കി നിങ്ങൾ കേട്ടോണം ഓരോ ഭാഗമായിട്ട്. അപ്പൊ ലോകം 2 ചേരിയിൽ വരുമോ? ഇറാനോടൊപ്പം റഷ്യ അണിനിരക്കും. അതിനൊക്കെ സമയമുണ്ട്. വായിക്കുന്നു എസെക്കിയേൽ പ്രവചനം 38-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങൾ പ്രവചനം. അതുകൊണ്ടാണ് ഞാൻ കൊർന്നേലിയോസ് അച്ഛനോട് സമയം പേടിച്ചത്. എസെക്കിയേൽ 38, 5, 6, 7 ഒരുങ്ങിക്കൊള്ളുക. വായിച്ചോ എസെക്കിയേൽ 38, 5, 6, 7 വായിച്ചേട്ട മാമേ. അവരോട് റഷ്യയോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ. ഈ പാർസികൾ പാർസികൾ അഫ്ഗാനും ഇറാനും. പാർസികൾ അതുണ്ടോ? അത് ഇന്നത്തെ ഇറാന്റെ ഭാഷ പാർസി ഭാഷയാ. ഇവരെല്ലാം ഈ അമേരിക്കയോട് ചായ കുടിക്കുന്നെങ്കിൽ അഫ്ഗാനൊക്കെ മാറിപ്പോകും. പാർസികൾ. അടുത്തത് എത്യോപ്യ രാജ്യം കൂശ്യർ. അടുത്തത് പൂത്തിയർ ലിബിയ രാജ്യം. ഗൊമേർ ഇവിടെ നിൽക്കണം. ഇപ്പൊ പലരും പറയുന്ന ഇറാനെ അടിച്ച് റഷ്യ അങ്ങ് തകർക്കുമെന്ന്. ഇറാനൊന്നും തകരത്തില്ല. അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞുതരാം. ഇറാൻ ഈ നിലനിന്നെങ്കിൽ ആന്റി ക്രൈസ്റ്റ് എഴുന്നേൽക്കത്തോള്, ഇറാഖ് എഴുന്നേറ്റ് വരും. അങ്ങനെയെങ്കിൽ ഗോമേർ ഇന്ന് ഇവിടെ നിങ്ങൾ ഈ എഡ്യൂക്കേഷൻ നല്ലത്. അവിടെ റിയ, അന്നാമറിയ, ഇവിടെ തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ശങ്കൻ വിസ, അത് 30 രാജ്യത്തിലേക്ക് ഒരു വിസ ഉണ്ട് ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. അതാ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യനകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്നറിയാമോ? 30 രാജ്യങ്ങൾ പുറത്തായി. പക്ഷെ വോട്ടവകാശമുള്ളത് 12 രാജ്യങ്ങൾക്ക്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, അന്നാമറിയ, ഇവിടെ തിരുവനന്തപുരത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ശങ്കൻ വിസ, അത് 30 രാജ്യത്തിലേക്ക് ഒരു വിസ ഉണ്ട് ഇപ്പം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്. അതാ യൂറോപ്യൻ യൂണിയൻ. യൂറോപ്യനകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്നറിയാമോ? 30 രാജ്യങ്ങൾ പുറത്തായി. പക്ഷെ വോട്ടവകാശമുള്ളത് 12 രാജ്യങ്ങൾക്ക്. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. ആ ബ്രിട്ടനിൽ ഒരെണ്ണം ഈ EU എന്ന് പോയതിനു ശേഷം നമ്മുടെ പിള്ളേരെല്ലാം അങ്ങ് ബ്രിട്ടനിൽ പോയത്, UK. ഇനിയിപ്പോൾ അംഗീകാരമുള്ളത് 12 രാജ്യങ്ങളിൽ 11 എണ്ണത്തിലേ ഉള്ളൂ. ഒരു രാജ്യവും കൂടെ ഏത് സമയത്തും EU നിന്ന് പോയാൽ അന്ന് അന്തിക്രിസ്തുവിന്റെ വരവുണ്ടാകും. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. മനസ്സിലാകുന്നവർക്കായി അതാ ഈ 10 കൊമ്പെന്ന് പറയുന്നത്. അവസാന രാത്രിയെ തെളിയിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ദാ കിടക്കുന്ന ഗോമേര് യൂറോപ്യൻ രാജ്യത്തിൽ ഒരു രാജ്യമായിരിക്കും എന്നാണ് പറയുന്നത്. മിക്കവാറും ജർമ്മനി ബ്രിട്ടനിൽ നിന്ന് പുറത്തായിട്ട് റഷ്യയോട് ചേരാൻ സാധ്യതയെന്ന് പറയുന്നു. അതുകൊണ്ടാ ഈ പ്രശ്നത്തിലൊന്നും ജർമ്മനി ഒന്നും സജീവമാകാത്ത. അടുത്ത വാക്ക് വായിക്കാം. അവന്റെ എല്ലാ പടക്കൂട്ടങ്ങൾ അഥവാ ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ OIC മീറ്റ്. അടുത്ത വാക്ക് വടക്കേ അറ്റത്തുള്ള തോകർമാഗ്രഹം. അവിടെ നിൽക്കട്ടെ. തോകർമാഗ്രഹമാ ഇന്നത്തെ തുർക്കിയായ വിഷയത്തിനെല്ലാം പരിഹാരത്തിലേക്ക് എഴുന്നേറ്റ് വരേണ്ടത്. തോകർമാഗ്രഹം തുർക്കിയുടെ പ്രത്യേകത, നമ്മുടെ മശിഹ വരുന്നതിന് മുമ്പ് ഒരാൾ വന്നായിരുന്നു, സ്നാപക യോഹന്നാൻ, കരമുയർത്തുന്നവർക്കായി. അതുപോലെ ആന്റി ക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് ഒരുവൻ വരും. അതാ തുർക്കിയിലെ തൊയ്ബർദോഗൻ. അവൻ വന്ന ഉടനെ ഒരു പരിപാടി ചെയ്തു. തുർക്കിയിലൊരു പള്ളി ഉണ്ടായിരുന്നു, ഗ്രീസ് ഓർത്തഡോക്സ് പള്ളി, ഹാഗിയ സോഫിയ. അതിനെ ഇടിച്ചവൻ പിടിച്ചു. 400 വർഷത്തെ പള്ളി അവൻ കൈക്കലാക്കിയത് തൊയ്ബർദോഗൻ. രണ്ടാമത് അടുത്ത പള്ളി പിടിക്കാൻ പോയപ്പോൾ ഒരു കാര്യം ചെയ്തു. എന്താ ചെയ്തതെന്നറിയാവോ? തുർക്കിയിൽ ഒരു ഭൂമി കുലുക്കവും വന്ന് അവൻ്റെ പള്ളി പിടുത്തം അവസാനിച്ചു. സന്തോഷമില്ലല്ലോ. നമ്മുടെ ക്രൈസ്തവ വളർത്തി ആരായാലും ഒരു സഭയെ കുറ്റം പറയത്തില്ല. പള്ളിക്കല്ലയോ ഭയങ്കര അടി. മനസ്സിലാകുന്നവർക്കായി പണ്ട് 4 പേര് കൂടിയിട്ട് തമ്പേരടിക്കും, കർത്താവെ ആലയം തരണേ. വെളിനാട്ടിലുള്ള പിള്ളേർ 10 ചാക്ക് സിമെൻറ്റ്, ഇവിടുത്തെ ശോശാമാമ 5 ചാക്ക് സിമെൻറ്റ്, അവറാച്ചായ കമ്പി. എങ്ങനായാലും ഇപ്പോൾ ഒരാലയായി 60 പേരുമായി. സന്തോഷമില്ലല്ലോ. ഇപ്പം 4 ഗ്രൂപ്പാ
എങ്ങനെങ്കിലും പൂട്ടിച്ചാൽ മതി കോടതി കേസുമായിട്ട്. സന്തോഷമില്ലല്ലോ മനസ്സിലാകുന്നവർക്കായി. പണ്ട് പ്രാർത്ഥനയോടെ പ്രാർത്ഥന 10 ചാക്ക് സിമെന്റ്, 50 കിലോ കമ്പി, അത് കഴിഞ്ഞിട്ട് സ്വമേധയാ വേല എല്ലാം ചെയ്ത് പാസ്റ്റർമാർ ചിരിക്കണ്ട. ഇന്നിപ്പോൾ എല്ലാം പൂട്ടാൻ നിൽക്കുക. ഞാൻ പച്ചയ്ക്ക് പറയാം, ലൈവ് പോയാലും പണ്ടേ എല്ലാത്തിനെയും ദൈവം ന്യായം വിധിക്കും. പണ്ടേ ഈ ഒരു പിന്നെ പള്ളിക്ക് നേരെ ഭയങ്കര സമരമായിരുന്നു. ആരായിരുന്നു? ദാദാൻ, അബീരാം, കോരഗ്. അവർ പറഞ്ഞ് ഞങ്ങൾ പള്ളി പൂട്ടിക്കുമെന്ന്. മനസ്സിലാകുന്നവർക്കായി. പിള്ളേർ പറഞ്ഞ് നിങ്ങളുടെ കൂട്ടത്തിലില്ലെന്ന്. നമ്മളിപ്പോൾ പൂട്ടാൻ കേസുമായിട്ട് നടക്കുമല്ലേ. സ്വോത്രം. പണ്ട് തുറക്കണേ വാതിൽ തുറക്കണേ, ഇന്ന് എങ്ങനെങ്കിലും പൂട്ടി കിട്ടിയാൽ മതി കോടതിയിൽ നിന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പെന്തിക്കോസുകാരോട് പ്രത്യേകിച്ച് പറയാം, ആവശ്യമില്ലാത്ത പണിക്ക് നീ പോകരുത്. ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. ഒരു സ്ഥലത്ത് ഒരു ദൈവസഭ വരുന്ന കർത്താവിൻ്റെ നിയോഗമാണ്. ആ സഭയെ പൂട്ടിക്കാൻ നിന്നാൽ ദാദാനും അബീരാമും കോരകും എവിടോട്ട് പോയെന്നറിയാമോ? ഭൂമി പിളർന്ന് അമാരെ തീർത്ത്. സന്തോഷമില്ലല്ലോ അച്ചായ. ഇത് നേരത്തെ അറിയാമായിരുന്നു കോരകിൻ്റെ പിള്ളേർക്ക്. അവർക്ക് ഇച്ചിരി വെളിപ്പാടുണ്ടായിരുന്നു. അവർ വിചാരിച്ച ഈ അപ്പന്മാരോട് എന്നാൽ ഞങ്ങൾ കല്ലേത്ത് കുഴിയിൽ വീട് വന്ന് കയറ്റി. അതുകൊണ്ട് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി ഗലീലക്കാർ കയറ്റിയില്ലേലും IPC-ക്കാർ കയറ്റിയില്ലേലും CSI-ക്കാർ കയറ്റിയില്ലേലും വേണ്ട, വാതിലിൻ്റെ അവിടെ ചെന്നിട്ട് ഒരു ഹല്ലേലൂയ പാടുവാൻ ഞങ്ങൾക്ക് ദൈവം കൃപ ചെയ്യണേ. മനസ്സിലാകുന്നവർക്കായി. ആലയത്തിന്റെ വാതിൽക്കൽ കാവൽക്കാരനായി നിൽപ്പാൻ സ്വർഗമേ. അതുകൊണ്ട് ആവശ്യമില്ല ഇവിടെ ഇരിക്കുന്ന അച്ചായന്മാരോട് ദൈവാസന്മാർ വളരെ എൻ്റെ സഹപടന്മാരോട് പറഞ്ഞ ആവശ്യമില്ല പള്ളി പൂട്ടിക്കാനും കേസിനും പോയി കഴിഞ്ഞാൽ ന്യായം വിധിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ദാദാൻ, അബീരാം, കോരഗ് ഭൂമി നെടുകെ പിളർന്നവരെ തീർത്തു. അതുകൊണ്ട് തുർക്കിയിലെ തൊയ്ബർദോഗൻ അപ്പോൾ ഇപ്പം മിണ്ടാതെ നിൽക്കുക. ഇവൻ ഈ ഇറാൻ വിഷയത്തിൽ സമാധാനത്തിൽ ഇടപെടും. ഇവൻ അമേരിക്കയായിട്ടും അടുപ്പമുണ്ട്, അറബ് ലീഗുമായിട്ട് അടുപ്പമുണ്ട്. ഇപ്പൊ ഒരു ചേരി ആരുടെ കൂടായി? റഷ്യയുടെ കൂടായി. അതായി കോവിഡാനന്തര സംഭവം. അങ്ങനെയെങ്കിൽ ആര് ഇസ്രയേലിന്റെ കൂടെയുണ്ട്? റഷ്യ എന്തിന് ഇസ്രയേലിനെ ആക്രമിക്കും? പുറകെ പറഞ്ഞുതരാം. മമ്മയെടുത്താട്ട് എസക്കേൽ പ്രവചനം 38:13. റഷ്യയുടെ ഒരു ചേരിക്കപ്പുറം അമേരിക്കയുടെ കൂടെ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ ആര് കാണും? വായിക്കാം. അവിടെ നിൽക്കട്ടെ. 1 ശബയ ഇന്നത്തെ യമൻ രാജ്യം. നാളെ രാത്രി ചിന്തിക്കും. യമനെ അടിച്ചൊതുക്കി ഇസ്രായേൽ ആരുടെ കയ്യിൽ കൊടുക്കും? ഒന്ന് UAE-യുടെയിലോ സൗദിയുടെയിലോ കൊടുക്കും. യമനിൽ ഹൂത്തി വിവിധരുണ്ടായുണ്ട്. ദദാൻ രാജ്യമാ ഇന്നത്തെ ഏറ്റവും നിർണായക. ആഫ്രിക്കയോട് ചേർന്ന് യമനോട് കിടക്കുന്ന രാജ്യം ഏഡൻ രാജ്യം, ദദാൻ. അടുത്തത് വായിക്കാം. തർശീസ് വർത്തകന്മാരും. 5 ഇംഗ്ലീഷ് രാജ്യങ്ങൾ ഒരു കാരണവശാലും അമേരിക്ക കൈവിടത്തില്ല. പക്ഷെ അവനെ കൈവിട്ട് തുടങ്ങി. കേട്ടോണേ, 5 ഇംഗ്ലീഷ് രാഷ്ട്രങ്ങൾ. 1 ബ്രിട്ടൻ, 2 ഫ്രാൻസ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാ നമ്മുടെ കാനഡ, അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ. ഇതുപോലുള്ള രാജ്യങ്ങൾ ആരോട് നിൽക്കുമെന്നറിയാമോ? അമേരിക്കയോട് നിൽക്കും. ബ്രിട്ടൻ നിൽക്കും, ഫ്രാൻസ് നിൽക്കും, അത് കഴിഞ്ഞ് കാനഡ നിൽക്കും, ഓസ്ട്രേലിയ നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില രാജ്യങ്ങൾ ആരുടെ കൂടെ നിൽക്കും? അമേരിക്കയോട് നിൽക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ ഗൾഫ് യുദ്ധം നോക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ പല രാജ്യങ്ങളും അമേരിക്കയെ കൈവിട്ട് തുടങ്ങി. 1 ഫ്രാൻസ് ഇപ്പം അമേരിക്കയുടെ കൂടില്ല. ഇമ്മാനുവൽ മാക്രോൺ കഴിഞ്ഞ ദിവസം പറഞ്ഞു അമേരിക്ക ആവശ്യമില്ലാത്ത പണിക്കാ പോകുന്നതെന്ന്. 2 ബ്രിട്ടൻ. കേട്ടോണേ, ബ്രിട്ടന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ ഇപ്പം അമേരിക്കയ്ക്ക് ഒരവസരം കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താ? പ്ലെയിൻ ഇറങ്ങി അടിക്കാൻ. ആ സമയത്ത് ഇറാൻ കൊണ്ടുപോയി സൈപ്രസ് ബ്രിട്ടന്റെ കേന്ദ്രത്തിൽ അടിച്ചു. അതുകൊണ്ട് ബ്രിട്ടൻ ഇപ്പോൾ പ്രശ്നമാ. നിങ്ങളോട് പച്ചയ്ക്ക് പറയാം, ബ്രിട്ടൻ ഇപ്പോൾ ഇറാനെതിരെ അമേരിക്കയ്ക്ക് പിന്തുണ കൊടുത്താൽ ബ്രിട്ടനിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ UK കാണും, മാഞ്ചസ്റ്ററോ ലിവർപൂളോ ലേറ്റണോ. ഞാൻ അവിടെ പോയിട്ടില്ല. അന്ന് അവിടെ ജനം റോഡിൽ ഇറങ്ങും. ബിജു പാസ്റ്ററെ, ബ്രിട്ടനൊക്കെ വേറെ കൈകളിലായിപ്പോയി. അതുകൊണ്ട് ബ്രിട്ടൻ കൊടുക്കത്തില്ല. ഇനിയിപ്പോൾ ആകെ അമേരിക്കയ്ക്ക് ഇസ്രായേലിന് സപ്പോർട്ടായിട്ട് വരുന്ന 1 കാനഡയുണ്ട്, 2 ഓസ്ട്രേലിയ ഉണ്ട്. അതൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു, മാറും. തർശീഷ് വർത്തകങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്ക് വായിക്കാം. സകല ബാലസിംഹങ്ങളും. ഈ ബാലസിംഹങ്ങൾ ബിസിനസ്സിനകത്ത് മുന്നോട്ട് വന്ന സിംഹങ്ങൾ. ആ ബാലസിംഹങ്ങൾ 3 ബിസിനസ്സുകാരാ ഇന്ന് ലോകത്തിലുള്ളത്. അതിലൊന്ന് ചൈന റഷ്യ വിട്ട് നിൽക്കത്തില്ല. അത് കഴിഞ്ഞ് 2 ബിസിനസ്സുകാർ ഇപ്പോൾ ഉണ്ട്. അതിലൊന്ന് നമ്മുടെ ജപ്പാൻ, അത് ഇസ്രായേലിലൂടെ. പിന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യ. ഇതേ സമയം വരെ ഇന്ന് നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇതേ സമയം വരെ ഇറാന്റെ വിദേശകാര്യമന്ത്രി എങ്ങാണ്ട് വിളിച്ചെന്നല്ലാതെ ഇറാന് ഇസ്രായേൽ അടിക്കുന്നതിനൊരു ബ്രേക്ക് ചെയ്യാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല. മനസ്സിലാകുന്നവർക്കായി. മൗന സമ്മതം ഇസ്രായേലിനോട്. അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ പറയാം. അത്തി തളർത്തു, കൊമ്പിളതായി, വേനലെടുത്തു. ഈ 2017 ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ ഇവിടെ ഇസ്രായേലിൽ പോകുന്നത്. ഇപ്പം 2026 9ാം വർഷത്തിലും ഇസ്രായേലിൽ പോയി. എന്താ ഈ മോഡി സാർ ഇപ്പം ഇസ്രായേലിൽ പോയത്? ഇത് ഒറ്റ ചാനലുകാരും വെളിപ്പെടുത്തിയിട്ടില്ല. നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്ന്
ലോകത്തിലെ ഏറ്റവും വലിയ ധനവാന്മാരാരാണെന്നറിയാമോ? യഹൂദന്മാരാ. അമേരിക്കയിലെ ഈ ദിവസങ്ങളിൽ അമേരിക്കയുടെ ടാക്സ് 50% എക്സ്പോർട്ട് ഇമ്പോർട്ട്. അപ്പൊ യഹൂദന്മാർ ഇനി അമേരിക്കയിൽ അധികം സമ്പത്ത് മുടക്കാൻ സാധ്യതയില്ല. ഗൾഫ് രാജ്യം അവർക്കൊരു സുരക്ഷിതമില്ല. അതുകൊണ്ട് 30 കമ്പനികളുമായിട്ട് സ്റ്റാർട്ടപ്പ് ഒപ്പിടാനാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയത്. 30 കമ്പനികളുമായിട്ട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പോയി നമ്മുടെ ഒരു ഉദ്ഘാടനം നടക്കുന്ന പോലെ ഒപ്പിട്ട് വരാറുണ്ട്. 2 ദിവസം അദ്ദേഹം അവിടെ സ്റ്റേ ചെയ്തു 30 കമ്പനികളുമായിട്ട്. നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ച, ഈ പ്രഭാഷണം തീർന്നാലും ലൈവ് തീർന്നാലും, യഹൂദന്റെ വ്യവസായം നോർത്ത് ഇന്ത്യയിലേക്ക്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അതുപോലെ ഛത്തീസ്ഗഡ്, ഇവിടത്തേക്കെല്ലാം കൃഷി യഹൂദന്റെ വരാൻ പോകുന്നു. ഇസ്രായേലിന്റെ IDF എന്ന് പറയുന്ന ഇസ്രായേൽ ഡിഫൻസാ. അവര് പറയുന്നു ഡ്രോണുകള്, ഹെലികോപ്റ്ററുകള്, ഈ സംഭവങ്ങൾ മുഴുവൻ എവിടത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നു? ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. അവർ നല്ല ബുദ്ധിയുള്ളതായ യഹൂദന്മാർ. എന്താന്ന് വെച്ചാൽ അമേരിക്ക ടാക്സ് കൂടി, ഫ്രാൻസിലൊക്കെ ഡോളർ കൊടുക്കണം, ഇന്ത്യയിലാകുമ്പോൾ ഇന്ത്യൻ രൂപ കൊടുത്താൽ മതി, അവരുടെ ബിസിനസ് ഡെവലപ്പ് ആവും. അതിനു വേണ്ടി യഹൂദൻ ക്ഷണിച്ചിട്ടാ ആര് ചെന്നേന്നറിയാമോ? നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെ ചെന്നു? ഇസ്രായേലിൽ ചെന്നു. ഇവിടെ വചനം പഠിക്കുന്നവർ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. യഹൂദനല്ലാത്ത എല്ലാവരെയും അവർ വിളിക്കുന്ന ജാതികളെന്ന. കരമുയരുന്നില്ലല്ലോ യഹൂദനല്ലാത്ത. ആ സമയം നമ്മുടെ പ്രധാനമന്ത്രി എവിടെ ചെന്നെന്നറിയാവൂ? അവിടെ പാർലമെന്റ് ചെന്ന് മോഡി സാർ അവിടെ ചെന്നിട്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് അവരുടെ പാർലമെന്റിന്റെ പേര് നെസറ്റ്. അവിടെ ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ ബൈബിള് ശരിയാകില്ലോ? അത്തി തളിർത്തു, കൊമ്പിളതായി, വേനലടുത്തു. പക്ഷേ ഈ ഇസ്രായേലിനെ വിട്ട് ഇന്ത്യ പറയത്തുമില്ല ഇതുവരെ. ഇനി ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ നാളത്തെ കാര്യം ഞാൻ പിന്നെയുള്ള കാര്യം പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ഇത്രയും രാജ്യങ്ങൾ ഇപ്പൊ ഇസ്രായേലിന്റെ കൂടെയുണ്ട്. അമേരിക്കയുണ്ട്, മൗനസമ്മതത്തിൽ ഇന്ത്യയുണ്ട്, ഫ്രാൻസും ബ്രിട്ടനും ഡയറക്റ്റ് ഇടപെടുന്നില്ല. പക്ഷെ കാനഡ, ഓസ്ട്രേലിയ എല്ലാം ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്തത് റഷ്യ എന്തിനു വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കും? ഇന്ന് സാമ്പത്തികമായിട്ട് തകരുന്നു. അടുത്ത വാക്ക് വായിച്ചേട്ട മാമേ. നീ കവർച്ച ഇടുവാനോ? നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകാനോ കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ? മതി. ഇതാ റഷ്യ ഇസ്രായേലിനകത്ത് ഏറ്റവും വലിയ കൊള്ള നടത്തും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ റഷ്യയുടെ സാമ്പത്തിക രംഗം തകർന്നു. അവിടെ MBBS അഡ്മിഷൻ ഇല്ല. ഉക്രൈനിൽ പോയ പിള്ളേരെല്ലാം പോരുന്നു. ഇപ്പൊ ആകെ ജോർജിയ മാത്രമേ ഉള്ളൂ ഇച്ചിരി ഡെവലപ്പ്. റഷ്യയിലെ കമ്പനികളെല്ലാം പൂട്ടി. IFC കോഡ് അവർ കട്ട് ചെയ്തു. റഷ്യക്കാർ അമേരിക്ക ബാങ്കിൽ കൊണ്ടിരുന്ന ഡോളറെല്ലാം അവർ ഫ്രീസ് ചെയ്തു. ഇന്ന് റഷ്യ കുഴങ്ങിക്കൊണ്ടിരിക്കുക. റഷ്യയുടെ പണം ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് അവൻ ഇറാന്റെ പിൻപിൽ അണിനിരന്നേനെ. അതുകൊണ്ട് അവൻ അണിനിരക്കാത്തത് കൊണ്ട് എന്തുകൊണ്ട് റഷ്യ ഉക്രൈനെ ഈ സമയത്ത് ആക്രമിച്ച് അവസാനിപ്പിക്കുന്നില്ല? ഇത് അറബ് രാജ്യങ്ങൾ അവന്റെ കയ്യിൽ വരണം. അറബ് രാജ്യം കയ്യിൽ വരണമെങ്കിൽ റഷ്യ ഇസ്രായേലിന് കണ്ണുവെക്കണം. ആ കണ്ണുവെക്കുന്നതിന് ആദ്യമായിട്ട് എന്തുണ്ട് ഇസ്രായേലിൽ റഷ്യക്ക് കൈവശമാക്കാൻ? ഇവിടെ ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, ഇതൊരു മതത്തിന്റെ ആക്രമണമല്ല. തകരുന്ന റഷ്യ നന്നാവാൻ അവസാന പിടിവള്ളിക്ക് ഇസ്രായേലിനെ ആക്രമിക്കും. അറബ് രാജ്യങ്ങൾ കൂടെ നിൽക്കും. അടുത്ത വാക്യം വായിക്കുമ്പോൾ പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ഇസ്രായേലിന്റെ പ്രത്യേകത, ഒന്ന്, ചാവുകടൽ എന്ന് പറയുന്ന ഒരു കടലുണ്ട്. ആ കടലിനകത്ത് ധാതുലവണങ്ങൾ കിടപ്പുണ്ട്. ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങിയതാ. മഗ്നീഷ്യം ഉണ്ടെന്ന് പറയുന്നു, പ്രൊട്ടറ്റീനിയം ഉണ്ടെന്ന് പറയുന്നു, തോറിയം ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ ലിഥിയത്തിന്റെ അംശം ഉണ്ടെന്ന് പറയുന്നു. അത് കിട്ടിയാൽ റഷ്യക്ക് രക്ഷപ്പെടാം. 2, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗ്യാസ് LNG അഥവാ ഇന്ന് ഖത്തറിലാ ഗ്യാസ് ഉള്ളത്. അതിന്റെ മണ്ടയ്ക്കും ആരടിച്ചു? ഇറാൻ അടിച്ചു. അങ്ങനെയെങ്കിൽ ആ ഇസ്രയേലിന്റെ ഒരു പർവ്വതമുണ്ട്, ദിമോണ, അതൊരു ജില്ലയാ. അതിനകത്ത് ഭൂമിക്കടിയിൽ ഗ്യാസ് ഉണ്ടെന്ന് പറയുന്നു. 3-ാമത്തെ കാര്യം, ലോകത്തിൽ എണ്ണ 2 എണ്ണക്കിണറെ ഇസ്രയേൽ തുറന്നിട്ടുള്ളു. യാഫായിൽ, അതിന്റെ പേരാ ലവ്യാദാൻ താമാർ. അങ്ങനെയെങ്കിൽ കടലിനടിയിൽ എണ്ണ കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇസ്രയേലിനകത്ത്. അപ്പൊ കടലിനടിയിൽ എണ്ണ കിട്ടുമോ? യാക്കോബ് മക്കളെ അനുഗ്രഹിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യവും പറഞ്ഞു. വായിക്കാം. ആവർത്തന പുസ്തകം 33:24 വാക്യം.
ആവർത്തനം 33:24. ആശേരിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ. ഇതാ കിടക്കുന്ന അപ്പൻ മക്കളെ അനുഗ്രഹിക്കുക. ആശേർ, ഈ മറിയാമ്മച്ചി യേശുവിന്റെ അമ്മ ഈ ഗോത്രത്തിലാ. അടുത്ത വാക്ക്, അവൻ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കെ ആർക്കും ഒരു കുഴപ്പം ഉണ്ടാക്കാതെ അവൻ ഇഷ്ടനാകാതിരിക്കട്ടെ. അടുത്ത വാക്ക്, അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. പാമോയിലല്ല, മണ്ണെണ്ണയല്ല, കാലെണ്ണയിൽ മുക്കട്ടെ. ഇതിന്റെ പേരാ ക്രൂഡ് ഓയിൽ. മനസ്സിലാകുന്നവർക്കായി 2 എണ്ണക്കിണറെ ഇസ്രായേലിൽ തുറന്നിട്ടുള്ളു. അപ്പൊ ഇന്നത്തെ ഇസ്രായേലിന്റെ അനുഗ്രഹം 1 ധാതു ലവണം, 2 ഗ്യാസ്, 3 ഓയിൽ. മനസ്സിലാകുന്നവർക്കായി നമ്മുടെ നാടൻ ഭാഷ തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരിയിൽ നമ്മുടെ ഒരു അവറാച്ചായൻ 3 കൃഷി പുള്ളിക്കുണ്ട്. 1 റബ്ബറിന്റെ വില കുറയുമ്പോൾ ഇഞ്ചി കൃഷിയുടെ വില കൂട്ടും. മനസ്സിലാകുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അത് കഴിയുമ്പോൾ 3ാമത്തത് ഇഞ്ചിയുടെ ഒന്ന് ടൈറ്റ് വരുമ്പോൾ കുരുമുളകിന്റെ വില കൂട്ടും. മനസ്സിലാകുന്നവർക്കായി. അതുപോലെ ഇന്ന് സാമ്പത്തികമായി തകർന്ന ഈ റഷ്യ അറബ് രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ആരെ ആക്രമിക്കാൻ വരും? ഇസ്രയേലിനെ ആക്രമിക്കാൻ വരും. അതിന്റെ തുടക്കമാ ഇറാൻ. അപ്പൊ ഇത്രയും കാര്യം നടക്കുമ്പോൾ, അതുകൊണ്ട് ഒരു ക്ലാസ് രൂപത്തിൽ പോകുന്നത്, ഇത്രയും കാര്യം നടക്കുമ്പോൾ കഴിഞ്ഞ 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഗാസയിൽ നിന്ന് ഹമാസിനെതിരെ സൂപ്പറായിട്ട് അടിയും വന്നു. ഗാസയിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഹമാസിന്റെ പോരാളികൾ. ഇതാണ് 3ാം ലോകമഹായുദ്ധത്തിന്റെ വഴി. യുദ്ധമൊന്നും ഇപ്പൊ നടക്കുകയില്ല. വായിക്കുന്നു, ഹമാസ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റ്. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആമോസ് 2:5 വാക്യം. ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും, അത് യെരുശലേമിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. മതി അമ്മാമേ, സ്തോത്രം. ഇതാണ് 2021 ഒക്ടോബർ മാസം 7-ാം തീയതി സൂക്കോത്ത് പെരുന്നാളിനകത്ത് ഹമാസിന്റെ ആക്രമണം ഇസ്രായേലിലുണ്ടായി. അന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിലേക്ക് കരമുയരുന്നില്ലല്ലോ. അന്ന് തൊട്ട് ഇതുവരെ. ബാക്കി ഭാഗങ്ങൾ നാളോട്ട് നമ്മൾ നാളെ ചിന്തിക്കുമ്പോൾ പ്രസംഗം അവസാനിക്കുകയല്ല. അങ്ങനെയെങ്കിൽ ചരിത്രത്തിൽ ആദ്യമായി അവർ ഞെട്ടിപ്പോയി. ആദ്യമായി അവരുടെ അയൺ ഡോം തകരുവാനിടയായി. അയൺ ഡോം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളതാ. 37,000 കോടിയ അയൺ ഡോമിന്റെ വില. 5 ഭാഗങ്ങൾ അയൺ ഡോമിനുണ്ട്. ഇസ്രായേൽ ഇതുവരെ പിടിച്ചിരുന്ന അയൺ ഡോമില. അയൺ ഡോമിന്റെ പ്രത്യേകത 1 BMC, 2 ഇലക്ട്രാ റഡാർ, 3 ഇന്റർസെപ്റ്റർ, 4 ബാറ്ററി, 5 ലോഞ്ചിങ് യൂണിറ്റ്. അതാണ് ഈ അയൺ ഡോമിന്റെ പ്രത്യേകത. ഇസ്രായേൽ തകരുന്ന ഇതില്ല. വെളിരാജ്യത്ത് നിന്ന് ഒരു മിസൈൽ വരുമ്പോൾ ഇലക്ട്രാ റഡാർ കാണും. എല്ലാവരും കേൾക്കണം, അതുകൊണ്ട് സ്പീഡ് ഞാൻ പാത്ത്. ഇലക്ട്രാ റഡാർ കാണും. ഉടനെ നമ്മുടെ AI ക്യാമറ പോലെ ഇന്റർസെപ്റ്ററിനോട് പറയും. ഇന്റർസെപ്റ്റർ ബാറ്റിൽ മാനേജ്മെന്റ് കമ്പോണന്റോട് സംസാരിക്കും. അത് ആ സാറ്റലൈറ്റ് വഴി ഇസ്രായേലിൽ മെസ്സേജ് വരും. സൈറൺ മുഴങ്ങും. പെങ്കൊച്ചുങ്ങൾ എവിടെ പോകും? അപ്പനും അമ്മയായിട്ട് ബങ്കറിൽ പോകും. ഇസ്രായേലുകാർക്കും കേൾക്കായി ലൈവ്. 4ാമത്തെ കാര്യം, ഈ സമയത്ത് ബാറ്ററി ചാർജ് ആവും. ലാൻഡിങ് യൂണിറ്റിൽ നിന്ന് മിസൈൽ ആകാശത്തിൽ കയറും. ആകാശത്തിൽ കയറുമ്പോൾ ഇറാനിന്നോ ഇറാഖിന്നോ എവിടുന്നെങ്കിലും വരുന്ന മിസൈലിനെ ആകാശത്ത് വെച്ച് അടിച്ച് തകർക്കും. ആ പരിപാടിയായിരുന്നു അയൺ ഡോം. മനസ്സിലാകുന്നവർക്കായി. ഇപ്പൊ പിള്ളേർക്ക് അറിയത്തില്ല, പണ്ടിവിടെ മണ്ണന്തലെ മുക്കോലൊക്കെ വോളിബാൾ ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല, നമുക്കെല്ലാം കുട്ടിയും കൂന്നു വന്നല്ലോ. സോദരം, വോളിബാളിൽ ഒരു പന്ത് ഇപ്പുറത്തെ കോർട്ട് വരാൻ നേരം 3 ചേട്ടന്മാർ കൈ ഉയർത്തി തിരിച്ചങ്ങോട്ട് അടിച്ചിടും. മനസ്സിലാകുന്നവർക്ക് ഈ പരിപാടിയാ അയൺ ഡോം. അത് പാണ്ഡവർ കൗരവർ, ആഗ്നേയാസ്ത്രം ബ്രഹ്മാസ്ത്രം. പിന്നെ കുവൈറ്റ് ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഇറാഖ് എന്തോ ചെയ്യും? കുവൈറ്റിന് ഇസ്രായേലിന് നേരെ മിസൈൽ അടിക്കും. അന്നേരം അമേരിക്കയുടെ കപ്പൽ താഴെ സ്കഡ് മിസൈൽ അടിക്കും. 2 കൂടെ കൂട്ടിയിടിച്ച് വെള്ളത്തിൽ വീഴും. അല്ലെ അന്നേ കുവൈറ്റൊക്കെ കത്തിപ്പോണ്ട്. അതുപോലെ ഒരു സംവിധാനം അയൺ ഡോം. പക്ഷേ ഈ ഹമാസിന്റെ ആക്രമണ കാലത്ത് അയൺ ഡോം തകർന്നു കഴിഞ്ഞു. ബൈബിളിനകത്തുണ്ടോ? ഈ അടി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ആമോസ് അടികൾ അറിയാമോ? നിങ്ങൾ കേൾക്കണം. പൈസ കൊടുക്കുന്ന രാജ്യമായിരുന്നു. അറിയാമോ? നിങ്ങൾ കേൾക്കണം. പൈസ കൊടുക്കുന്ന രാജ്യമായിരുന്നു. ആരാണ്? ഇറാൻ. ഇവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എല്ലാവരും കേൾക്കണം. 1948 മെയ് 14-ാം തീയതിയാ ഇസ്രായേൽ സ്വതന്ത്രമായത്. അന്ന് അറബ് രാജ്യങ്ങൾ അവരെ അംഗീകരിക്കത്തൂല്ല, ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അന്ന് ഇറാനിൽ ഷാ ഭരണകൂടം ഉണ്ടായിരുന്നു. ഈ ഷാ ഭരണകൂടം ഇസ്രായേലിന് നല്ല അനുകൂലമായിരുന്നു. അന്നാണ് ഈ ഇസ്രായേൽ ഇറാന് കുറെ ടെക്നോളജി കൊടുത്തു, കുറെ കൃഷിയുടെ ഇത് കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ആയത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഷിയ മിലീഷ്യ അവിടെ ഭരണത്തിൽ വന്നു. അപ്പോൾ ഇന്ന് ലോകത്തിലെ എണ്ണയുള്ളതിൽ നല്ലൊരു രാജ്യമാ ഇറാൻ. ഇവരുടെ എണ്ണയെന്ന് കിട്ടുന്ന പൈസ 3 പേർക്ക് വീതിച്ചു കൊടുത്തു. 1 ലെബനോണിലെ ഹിസ്ബുള്ള, അത് കഴിഞ്ഞിട്ട് പലസ്തീനിലെ ഹമാസ്, അത് കഴിഞ്ഞിട്ട് യമനിലെ ഹൂത്തി വിമതർ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നോട്ട് ചെയ്യണം. ഇതെല്ലാം
പണ്ട് ഇസ്രയേലിനെ ആക്രമിച്ച 4-5 ചക്രവർത്തിമാരുണ്ടായിരുന്നു. 1 ഹിറ്റ്ലർ, 2 നെബൂഖദ്നേസർ, ഇറാഖിലെ ജർമ്മനിയിലെ ഹിറ്റ്ലർ, ഇറാഖിലെ നെബൂഖദ്നേസർ, പിന്നെ റഷ്യയിലെ സാർ ചക്രവർത്തിമാർ. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തനുണ്ടായിരുന്നു ഇറാൻ. അവിടെ പണ്ട് ഭയങ്കര ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഹാമാൻ. നമ്മുടെ ബൈബിളിലെ ഹാമാനല്ല, ഇറാനിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഹാമാൻ. അത് കഴിഞ്ഞ് സിറിയയിലെ അന്തിക്കോസ് എപ്പിഫാനോസ്, ഇവരെല്ലാം യഹൂദനെ പച്ചക്കിട്ട് ഓടിച്ചതാ. ഈ ഹാമാൻ, ആ എച്ചിന്നാണ് ഈ 3 സംഘടന മിലീഷ്യ വന്നത്. 1 ഹമാസ്, 2 ഹിസ്ബുള്ള, 3 ഹൂത്തി. ഇതെല്ലാം എച്ചി തുടങ്ങുന്നത്. എവരെ ഫണ്ട് ആരാ കൊടുക്കുന്നതെന്ന് അറിയാമോ? എവരെ ഫണ്ട് കൊടുക്കുന്ന ഇറാനാ. അതുകൊണ്ട് ഇറാനുമായിട്ട് നേരത്തെ തന്നെ ഇസ്രയേൽ പ്രശ്നമായിട്ട് വന്നത്. 2021 ഒക്ടോബർ മാസം 7-ാം തീയതി ഇറാൻ അടിച്ചപ്പോൾ ഇസ്രയേൽ പറഞ്ഞു, ഇതിനകത്തുള്ള കരങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം, പെരിയ അടിക്കും. 1 ഗാസേനെ അടിച്ചു, 2 ലെബനോനെ അടിച്ചു, 3 സിറിയയെ അടിച്ചു, 4 ഇറാനെ അടിച്ചു. കഴിഞ്ഞ വർഷം തന്നെ അവന്മാർ ഖത്തറിനെ അടിച്ചു, ഇസ്രായേൽ. മനസ്സിലാകുന്നവർക്ക് ഇന്നത്തെ ഖത്തറിനെ. അപ്പൊ യേശു പറഞ്ഞ പ്രവചനങ്ങൾ ഏകദേശം നിവർത്തിയാകുന്നു. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും.